ഈ നിൽക്കുന്ന കൂട്ടത്തില് രണ്ടുപേര് പുറത്തോട്ടും രണ്ടുപേര് അകത്തോട്ടുമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. വഴി കാണുന്ന എല്ലാവന്മാരുടെയും എടുത്തുനിന്ന് ഗ്യാങ്ങിനെ പറ്റി തന്നെ മോശം കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചെടുത്തൊരു ഡിസിഷനാണ് അത്. ആക്റ്റീവ് ആയ ആൾക്കാരെ പറ്റി സംസാരിക്കണം. ഒന്ന് വരണേ ബാബു, ഒന്ന് വരണേ പ്ലീസ്. ലിസ്റ്റിലുണ്ടേ, ഒന്ന് വരണേ. വന്നിരുന്നു. അവനവിടെ കരയണമെന്ന്. പിന്നെ അപ്പൊ ഇനി കുറച്ച് സീരിയസ് കാര്യങ്ങളൂടെ പറഞ്ഞങ്ങ് നിർത്താം. എന്നുവെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ആർപ്പി കയറാം. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്കറിയാം ടി വിയിലെ 2-3 പ്ലേയേഴ്സിനെ നമ്മൾ ടി വിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യം പറയണം എന്ന് തോന്നി, അത് പറയണം. കാരണം നാളെ ഓരോ ഗ്യാങ്ങിലിരിക്കുന്ന ഓരോരുത്തന്മാരുടെ വായിൽ നിന്ന് കേട്ട് നമ്മുടെ പ്ലേയേഴ്സിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയുകയാണ്. മെയിനായിട്ട് ആദ്യം ഇവൻ്റെ കാര്യം പറയാം. വില്ലിയുടെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം. വില്ലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രീതിയിലും നിങ്ങൾ അവന് റിക്രൂട്ട്മെൻറ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു രീതിയിലുള്ള ആക്റ്റീവ്നെസ്സും നമുക്ക് നമ്മുടെ ഗ്യാങ്ങിൽ ഫീൽ ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗ്യാങ്ങുമായിട്ട് ഒരാളുമായിട്ടും ഈ പറയണത് പോലെ ഡിസ്കോഡിൽ വന്നിരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും അവന് ടൈമില്ല. അതായത് അവന് ബാക്കി വേറെ കുറേ കാര്യങ്ങളിലോട്ടേക്ക് മാത്രമാണ് ടൈം ഉണ്ടായിരുന്നത്. നമ്മളത് കുറേ വട്ടം പറഞ്ഞു, എടാ ആക്റ്റീവ് ആവ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കുറേ വട്ടം അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലിയെ നമ്മൾ എടുത്ത് കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ എടുത്ത് കളഞ്ഞത് മെയിനായിട്ട്. രണ്ടാമത്തെ റീസൺ അമ്പത്തൂരിൻ്റെയും പപ്പടത്തിൻ്റെയും റീസൺ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ, ഗ്യാങ്ങിൻ്റെ പേര്, അതായത് ഗ്യാങ്ങിൻ്റെ പേര് മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു പേരിലാണ് നമ്മൾ ടൈറ്റിലിട്ട് അവരെ ഒഫീഷ്യലി പുറത്താക്കിയത്. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം എന്തോന്ന് പറഞ്ഞുതരാം. അമ്പത്തൂരിൻ്റെയും ഈ പറയണ വജീറ്റയുടെയൊക്കെ പേരിൽ നമ്മുടെ റാൻഡം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളൊക്കെ വന്ന് പരാതികളൊക്കെ പറയാൻ തുടങ്ങി. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ടി വിയുടെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ ടി വിയിലുള്ള മറ്റു പ്ലേയേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, പെണ്ണേഴ്സില്ലേ അത് സോൾവ് ചെയ്യും നീയൊക്കെ, എന്നിട്ട് RP കളിക്കുക, അത് കളിക്കുക, ഇത് കളിക്കുന്നു. അത് നമ്മുടെ കൂട്ടത്തിലുള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. ഇൻക്ലൂഡിങ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്യാങ് നോക്കിക്കൊണ്ടിരുന്നത് കോലീഡേഴ്സാണ്. കോലീഡേഴ്സിന് എല്ലാവർക്കും ഈ പറയണത് പോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്ക് ഈ പറയണത് പോലെ ഫീൽ ബാഡ് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കും അത് ഇതായി തുടങ്ങി. അതായത് വേറെ ഈ വെളിയിലത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് ടി വിയുടെ പേര്, അതായത് ഞങ്ങളോടാണ് വന്ന് പരാതി പറയണേ. അതായത് എന്നോടും സരക്കിനോടും ഒക്കെയാണ് വന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഫീൽ ബാഡ് ആയി തുടങ്ങി. കുറേ വട്ടം പറഞ്ഞു ഇത് സോർട്ട് ഔട്ട് സോൾവ് ചെയ്യ്, നിങ്ങൾ എന്തോ വെച്ചാൽ സംസാരിച്ച് സോൾവ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അത് ഗ്യാങ്ങിൻ്റെ പേരിലേക്ക് ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട വന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അവർ രണ്ടുപേരെയും അപ്പോ ഗൈസ് എന്റെ സാംസങ്ങിന്റെ കോൺട്രാക്ട് അവസാനിച്ചു. താങ്ക് യു വെരി മച്ച്. ഇതൊരു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം. ഇത് ഒരു ആഗ്രഹമായിരുന്നു സാംസങ്, പക്ഷേ ഇന്നത്തോടു കൂടി അത് അവസാനിച്ചു. താങ്ക്സ് എ ലോട്ട്. അത് കഴിഞ്ഞു. 5 മിനിറ്റ് മുമ്പേ സംഭവിച്ചത്. പോയി കണ്ടോട്ടെ, ഞാൻ കണ്ടോട്ടെ. സാംസങ് S25 അൾട്ര പറയ വിടാലും പൊട്ടില്ല. എന്താമോ
ഇത്ര നാള് കുറവുകളൊന്നും വരാതെ സരക്കും നമ്മുടെ ചന്ദ്രനും രായനും കൂടെ നന്നായിട്ട് നോക്കി നടത്തി. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഒരു 3 പേരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ട വന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത് പോലെ ഗൈസ്, നമ്മളെല്ലായിടത്തും എപ്പോഴും പറയുന്നൊരു വലിയ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ TVA ഫാമിലിയിൽ വൺസ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളിതുവരെ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് അയച്ച മെസ്സേജും അത് തന്നെയാണ്. ഇത്രയും നാൾ ഡിഫറെൻ്റ് ആക്കി വെച്ചിരുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണെന്ന്. പക്ഷേ എല്ലാവരും നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഗ്യാങ്ങാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വഴി കാണുന്ന എല്ലാവന്മാരുടെയും എടുത്തുവന്ന് ഗ്യാങ്ങിനെ പറ്റി തന്നെ മോശം കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചെടുത്തൊരു ഡിസിഷനാണത്. വേറെ ഒന്നും കൊണ്ട് പറയുമല്ല. അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ മറ്റ് ഗ്യാങ്സ് പല ഗ്യാങ്ങുകളുടെയും വായിൽ നിന്ന് ഈ പറയണത് പോലെ കേൾക്കണത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും അത് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ട വന്നത്. സോ അമ്പത്തൂർ, അതുപോലെ തന്നെ പപ്പടം വിനീത്, അതുപോലെ തന്നെ വില്ലി, 3 പേർക്കും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക് യു പറയണം. ഇത്രയും നാളത്തെ ഒരു കോൺട്രിബ്യൂഷന്. അതുപോലെ തന്നെ ഒരു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം TVA. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ആൻഡ് അത്രയും നമുക്ക് പറയാനുള്ളൂ. നമുക്ക് വേറെ അതിൽ കൂടുതൽ അവരെ പറ്റി വേറെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പം അവർ മൂവ് ഓൺ ആവട്ടെ. ദയവ് ചെയ്ത് TVയിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ പറയാണ്, മേ ബി ചിലപ്പോൾ അവരത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് എതിരെയുള്ള പല ഗ്യാങ്ങുകളിലും പല സിറ്റിസണായിട്ടും ഒക്കെ കാണേണ്ടി വരാം. സോ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോഴുള്ള പരിഗണന എന്താണോ അവർക്ക് കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ടുള്ളതിലും കൊടുക്കേണ്ടത്. അല്ലാതെ TVന്ന് പറഞ്ഞു വിട്ടതല്ലേ, TVന്ന് പോയതല്ലേ എന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. സോ അത് അങ്ങനെ അങ്ങ് പോട്ടെ. നമുക്ക് എന്തായാലും നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ആൻഡ് ഈ ഇനാക്റ്റീവ് ആയ സമയത്ത്, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഇവരെ 3 പേരെ കിക്കാക്കിയ സമയത്ത് നമുക്ക് കുറച്ച് പേരെ ഇതിനകത്തോട്ട് വേണമെന്ന് ആദ്യമേ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് വേണ്ട. അതായത് ഗൈസ്, ഈ ഇടയായിട്ട് അതായത് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് നമുക്കെതിരെ സംസാരിക്കണതും നമുക്കെതിരായിട്ട് സംസാരിക്കണം ഒരു OG മെമ്പേഴ്സും നമ്മുടെ അടുത്ത് എന്തായാലും അത് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. വളരെ റീസെൻ്റ്ലി വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ പറയണത് പോലെ അവരുടെയൊക്കെ സൈഡിൽ നിന്ന് കുറച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ആരെ എടുക്കണം, ആരെ വിശ്വസിക്കണം എന്നുള്ളൊരു ഇത് മനസ്സിലിങ്ങനെ വന്നു തുടങ്ങി. അതായത് ആരെ വിശ്വസിക്കും, ആരെ ഇതാക്കും. അതുകൊണ്ട് ഞാൻ സരക്ക് വന്ന് എൻ്റെ അടുത്ത് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് വേണോടാ, സിറ്റിയിൽ ആക്റ്റീവ് കുറവാണ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വേണ്ടാന്ന് പറയാനുള്ളൊരു കാരണം, റിക്രൂട്ട്മെൻറ്റ് വേണ്ടാന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം നമ്മൾ 15 പേരായിരുന്നപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോൾ അത് 35-40 പേരായപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടായി TVയുടെ അവസ്ഥ. അപ്പോൾ അത് ഇനി ഉണ്ടാവല്ലേ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ്സ് വേണ്ടാന്ന് തന്നെയാണ് തീരുമാനം എടുത്തത്. പക്ഷേ പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പം നമുക്ക് എടുക്കാം, കുറച്ച് നല്ലതുപോലെ സോർട്ട് ചെയ്ത് കുറേ ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് നല്ലത് അല്ലെങ്കിൽ TVക്ക് നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ TVയിലേക്ക് എടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. ഞാനൊരു ചെറിയൊരു റിവ്യൂ പോലെ ചോദിക്കുകയാണ്. നിങ്ങൾ കോളിഡേഴ്സ് 3 പേരെടുത്തും ലൈക്ക് എന്താണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സരക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ബാബു വരൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാക്കി കുഴപ്പമില്ല, ഗ്യാങ് എന്നുള്ള രീതിയിൽ സംസാരിക്കണം. ബാബു ഒന്ന് പ്ലീസ് ഒന്ന് വരണേ. ഇനാക്റ്റീവ് മെമ്പേഴ്സിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം, ഒന്ന് വരണേ. ബാബു നമ്മളെ പറ്റിയതല്ല, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തൊരു ലീവാണിത്, ഭയങ്കര അർജന്റ് ആയി പോയി. നമ്മളെ പറ്റിയതല്ല, ഇനാക്റ്റീവ് ആയ ആൾക്കാരെ പറ്റി സംസാരിക്കണം. ഒന്ന് വരണേ ബാബു, ഒന്ന് വരണേ പ്ലീസ്, ലിസ്റ്റിലുണ്ടേ, ഒന്ന് വരണേ. വന്നിരുന്നു. ഇപ്പൊ ഇല്ല, ഞാൻ ഇവിടെ ഫോൺ ഓപ്പൺ ചെയ്തു മള്ളി, അപ്പൊ അക്കൗണ്ട് തുടങ്ങണമല്ലോ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പെറ്റ് എന്നോട് ചോദിച്ചു. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പെറ്റ്? ഞാൻ പരണ്ടെന്നാണ് കൊടുത്തത്. ലവ് യു മള്ളി. താങ്ക് യു സോ മച്ച് ബാബു. ലവ് യു ടു. അതാണ് സ്നേഹം, ഒരിക്കലും ഞാൻ മറക്കത്തില്ലല്ലോ ആ പെറ്റ്. റിക്രൂട്ട്മെന്റ്സ് അല്ലേ ഉള്ളൂ, ആരും പറഞ്ഞു വിടുന്നില്ലല്ലോ അല്ലേ? 2 പേരെ പറഞ്ഞു വിടുന്നുണ്ട്, 2 പേരെ അകത്തോട്ടും വിടുന്നുണ്ട്. ഓ ഓക്കെ.
അപ്പൊ അപ്പർ സ്ഥിതി പോണ ഞാൻ ഇപ്പർ സ്ഥിതിക്കണോ? രണ്ടുപേരെ പുറത്തോട്ടും രണ്ടുപേരെ അകത്തോട്ടും. ഇല്ല കുഴപ്പമില്ല മള്ളി, 6000 കോഴിയും കൂടെ, അതായത് ഞാൻ സേഫാണ്. സമയമുണ്ടല്ലോ 6000 കോഴി വിൽക്കാൻ. അതെ ഈ കണ്ണമ്മനെ പറഞ്ഞു വിടാൻ ഒന്ന് മാറി തരുമോ? ഒന്ന്. അപ്പൊ ഈ നമ്മുടെ ഈ കൂട്ടത്തില് ഈ നിക്കുന്ന കൂട്ടത്തില് രണ്ടുപേര് പുറത്തോട്ടും രണ്ടുപേര് അകത്തോട്ടുമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മള് സാധാരണ റിക്രൂട്ട്മെന്റ് എടുക്കുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കും, അവരോട് കാര്യങ്ങളൊക്കെ പറയും, രായനെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അവിടുന്ന് ഒരു വണ്ടി കാണൂല. അതെ, രായനോടെ കാണത്തില്ല. രായൻ വണ്ടിയിൽ പിക്ക് ചെയ്യാൻ പോവും. അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ്സ് ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് കുറേ റീസെൻ്റ്ലി എടുത്ത കുറേ റിക്രൂട്ട്മെന്റ്സിൽ, റീസെൻ്റ്ലി എടുത്തതെന്നല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത റിക്രൂട്ട്മെന്റിൽ കുറേയൊക്കെ കാര്യം നമുക്ക് നെഗറ്റീവായിട്ട് എതിരെ കിട്ടി. നമ്മൾ ഈ ഗൺ പവർ മാത്രം കൺസിഡർ ചെയ്ത് അങ്ങനെ നോക്കി ഓരോരുത്തരെ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഗ്യാങ്ങിനോട് നമ്മളോടുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും അവരുടെ സൈഡിൽ നിന്ന് കിട്ടാതായി. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടത്തെ റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവർ പോലും അറിയാൻ പോണത് അവരെ ഞങ്ങൾ ടി വിയിൽ എടുത്തെന്ന്. സോ ഒരുപാട് ഡിസേർവ്ഡ് എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് ഞാനിവിടെ അനൗൺസ് ചെയ്യുവാണ്. കുറേ നാളായി ടി വിക്ക് വേണ്ടിയിട്ട് ടി വിയിൽ കയറാനുള്ള ആഗ്രഹവും എല്ലാം ആയിട്ട് നിന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഗൺ പവറും വേറെ ഒന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തോന്നിയ ഒരാളാണ്. ആൻഡ് ഇതുവരെ നമ്മൾ ഇത്രയും നാൾ കൺസിഡർ ചെയ്യാതിരുന്നിട്ട് പോലും ഓപ്പോസിറ്റ് പോയി ഞങ്ങൾക്ക് എതിരെ അല്ലെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത, അതാണ് ഞങ്ങൾ അവനെ കണ്ട ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. ആൻഡ് വി ആർ വെൽക്കമിങ് SRK ടു TVA as TVA SRK. എന്റെ അണ്ണ സത്യം പറയാലോ, അവ ഇപ്പൊ വീടണ്ട. സത്യം നമ്മള് എപ്പോഴും എടുക്കണ റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ലൈക്ക് എന്തായിരിക്കും ആ റിയാക്ഷൻ എന്ന്. പക്ഷെ അത് കാണാൻ പറ്റില്ല, എന്തായാലും ആള് സിറ്റി ഇല്ലെന്നാണ് തോന്നണത്. പക്ഷെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം, സിറ്റിയിലോട്ട് കയറി വരണം. ആൻഡ് നമ്മൾ ഗൺ പവറും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല. ബാക്കിയൊക്കെ നീ ഗ്രൈൻഡ് ചെയ്താൽ നീ നിന്റെ ഇത് ചെയ്യുക, നിന്റെ കാര്യങ്ങൾ ചെയ്യുക, ടി വിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം ആൻഡ് ഗ്യാങ്ങിന് വേണ്ടുന്ന സമയത്ത് ഉണ്ടാവണം. അത് മാത്രമാണ് തൽക്കാലം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കുറേ ഇത് കുറേ നാളായിട്ട് ടി വി ഓഡിയൻസിൽ പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ റിക്രൂട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കൺസിഡറേഷൻ നമ്മൾ എടുത്തത്. അപ്പോൾ ഇല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് കളി ജയിച്ചിരിക്കുന്നു. നമ്മ തല ധോണിക്ക് പെരിയ വിസിൽ അടിയുങ്കോ. എന്താടാ മൈൽസ്? ഞാനിപ്പോ മൈൽസിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്ട് ഈ അനൗൺസ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ വെൽക്കം ടു TVA SRK. അപ്പോൾ ഇനി ഒരുമിച്ച് കാണാം. നീ സിറ്റിയിലുണ്ടെങ്കിൽ കയറി വരണം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ഗൈസ്, രണ്ടാമത്തെ ഒരു മിനിറ്റ്. കേക്കോ ഹലോ. അപ്പോൾ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇടയ്ക്ക് വെച്ച് നമ്മളൊരു റിക്രൂട്ട്മെന്റ് എടുത്ത സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ പോയ ഒരു ആളാണ്. സോ ഇതും ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ ഗൺ പവർ ഇല്ലാത്ത ഒരാളെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഗൺ പവർ ഉണ്ട്, എല്ലാം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാത്തിലും അത്യാവശ്യം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് വി ആർ വെൽക്കമിങ്
പേര് മറന്നു വേണം ഞാൻ. മന്ദാരം മന്ദാരം We are welcoming Bellary Mandaram to TVA as TVA Mandaram. അപ്പൊ സാൻഡ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവന് പറഞ്ഞിട്ടല്ല അവന്റെ സാൻഡ്ര അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സാൻഡ്ര ഇവിടെ മന്ദാരം എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇപ്പൊ കളിക്കണത്. അപ്പം സാൻഡ്രയും കൂടെ നമ്മൾ ടി വിയിലേക്ക് എടുക്കുകയാണ് ബെല്ലാരിന്ന്. അപ്പോൾ ഇവരെ രണ്ടുപേരുമാണ് കറൻ്റ്ലി ഇപ്പോൾ ടി വിയിലായിട്ടുള്ള പുതിയ അഡീഷൻസ്. നമ്മൾ ബാക്കിയെല്ലാം പയ്യെ ആലോചിച്ച് ഉള്ള സ്ലോട്ട്സ് ഫില്ല് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയാണ് കറൻ്റ്ലി ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള രണ്ടുപേരെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ സാൻഡ്രയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തതാണ്, അടുത്തൊരു റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ എടാ എന്തായാലും ഞാൻ നിന്നെ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ അവന് പേഴ്സണലി ഒരു വാക്ക് കൊടുത്തിരുന്നതാണ്. ഞങ്ങൾ പക്ഷേ അവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവനെയും കൂടെ നമ്മൾ എന്തായാലും അപ്പോൾ എടാ വെൽക്കം ടു ടി വി എസ് ആൻഡ്രു. അപ്പോൾ ഇനി ടി വിക്ക് വേണ്ടി കളിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം. SRK സാൻഡ്ര രണ്ടുപേർക്കും വെൽക്കം ടു ടി വി എ. അപ്പോൾ നിങ്ങൾ സിറ്റി കയറുമ്പോൾ ഉടനെ ഗ്യാങ് ഹൗസിലോട്ട് വാ. അപ്പോൾ വെൽക്കം ടു ടി വി എ ഗൈസ്. ബാ ബാ മൈൽസെ ഫൈനൽ വാണിംഗ് നിനക്കും കെവിനുമാണ് അടുത്ത എൻ്റെ ലിസ്റ്റിലെ രണ്ടുപേര്. ഫൈനൽ വാണിംഗ് ആണ്. ഇനി ഇനാക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴേ തുറന്ന് പറയുവാണ് മൈൽസെ കെവിനെ രണ്ടുപേർക്കും ഫൈനൽ വാണിംഗ് ആണ്. സിറ്റിയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ കളയും. നേരെ ബെഞ്ചിലേക്ക് ഇടുകയാണ്. പിന്നെ ബോബ്സ്റ്റർ എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പഴയ നമ്മുടെ ഒരു പ്ലെയറിനെ? ചന്ദ്രന്റെ സന്തോഷം കണ്ട നീ ആ കോമഡി പറഞ്ഞിടത്തെ അളിഞ്ഞ സാധനം ഒറ്റ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചന്ദ്രനാ. അല്ലാതെ കോമഡി അല്ല, മനസ്സിലായ? ഒരു റിവഞ്ചും കൂടെ ഉണ്ട്. ചന്ദ്രനുള്ളത് മള്ളി കൊടുത്തു കണ്ണാപ്പിക്ക്. മള്ളി HRK വരുമ്പോഴേ തമ്മിൽ ഐഡന്റിഫിക്കേഷൻ വ്യത്യാസം വരും കേട്ടോ. കണ്ണാപ്പിന്റെ മുഖം മാറ്റാൻ പറ മള്ളി. കണ്ണാപ്പി SRKയുടെ മുഖം കണ്ട അച്ഛാന്നൊന്നും വിളിക്കല്ലേ? കോഴിക്കാട്ടല്ലോ പട്ടിക്കാട്ട പോലെ മുഖം നിന്റെ മള്ളി. ഇനി ഞാൻ കൊന്നാലും ഈ വർഷം മുതലിൽ ഒരു അച്ഛനും പറയൂല. മൊലാലി ദൈവം വെൽക്കം ഇട്ടടാ. എനിക്ക് ഗ്യാങ് റോൾ ഇല്ല. അലറിഞ്ഞു വീണോ? അവൻ വെളിയിരുന്ന് കരയുന്നു ബാബു. എവിടെ? അവൻ അന്തേലുണ്ടല്ലോ, അതുകൊണ്ട് BC-യിലുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കരയുന്നു. അവൻ അവിടെ കരയണമെന്ന്. ഹലോ ഹലോ SRK കുട്ട വെൽക്കം ടു TV. ആ പേര് നോക്കിയ SRK VC-യിലെ പേര് എനിക്ക് എന്താ പറയുന്ന അറിയത്തില്ല എനിക്ക്. അയ്യോ എടാ ചില്ലാവ്, നീ ആഗ്രഹിച്ചിരുന്ന മൊമെന്റ് അല്ലേ ഇത്? അതെ അതെ അതെ. പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? ഇനിയിപ്പോ സന്തോഷത്തോടെ പോവാലോ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട്. നിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്താ വെച്ചാൽ നമുക്ക് വേണം. അതിപ്പോ ഗ്രൈൻഡിങ് ആയിക്കോട്ടെ, ലൈക്ക് വാർ ആയിക്കോട്ടെ, RP ആയിക്കോട്ടെ. അത് നമ്മളിപ്പോ നീ ഇത് ഒരുപാട്
ഏൺ ചെയ്ത് മേടിച്ച സ്ലോട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നീ ഏൺഡ് സ്ലോട്ടാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ആ റെസ്പെക്റ്റിന്റെ പുറത്ത് തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആ റെസ്പെക്ട് നീ എന്നും ഞങ്ങളുടെ തിരിച്ച് കീപ്പ് ചെയ്യണം. ലൈക്ക് ഞാൻ പറയണ റെസ്പെക്ട് എന്ന് പറയണത് മറ്റേ അണ്ണാന്ന് വിളിക്കുന്ന റെസ്പെക്ട് അല്ല ഞാൻ ഉദ്ദേശിക്കണത്. ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് ആ ഒരു സാധനം നിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. സർക്കെ വെൽക്കം ടു ഫാം ബ്രോ. താങ്ക് യു താങ്ക് യു. ഇത്രയും നാൾ ഗ്യാങ്ങിൽ ഇല്ലായിരുന്നെങ്കിലും നീ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്യാങ്ങിന്റെ ഉള്ളിൽ അതുപോലെ ഇതാ മതി.